ജോഷുവ 3:4 3-ാം അധ്യായം 4-ാം വാക്യം. ഈ വഴിയിലൂടെ പറഞ്ഞേ, ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ആരാണ്? വാഗ്ദാന പേടകം കാണിച്ചു തരുമെന്നാണ്. ഉടമ്പടി എടുക്കുമ്പോൾ, നിബന്ധന പാലിക്കുമ്പോൾ നമ്മൾ തന്നെ വാഗ്ദാന പേടകമായി മാറുക. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പുതിയ വഴികൾ ഇപ്പം എന്താ അവിടെ സംഭവിച്ചത്? 6 കോടി കടം എങ്ങനെയാണ് വീട്ടിയത്? കർത്താവ് മാനേജറിനെ ചേഞ്ച് ചെയ്ത് കളഞ്ഞു. അതാണ് പ്രശ്നം. നമ്മളാരും ചിന്തിക്കാത്തൊരു വഴിയാണത്. ഉടമ്പടി എടുത്ത ഉടനെ ജസ്റ്റ് ക്യാൻസൽഡ്, മാനേജറിനെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഇതിനെ നോഹ അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്ന് അവിടെ റീസെറ്റ് ചെയ്യണത്. അയാളോട് ഈ വിഷയം സംസാരിക്കുമ്പോൾ ആ മനുഷ്യൻ പറയണത് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഈ പേപ്പർ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പുതിയ വഴി തിരിഞ്ഞവനെ കണ്ട വഴി നമുക്ക് നമ്മുടെ മുമ്പിൽ പുതിയ വഴി. അതാണ് ജോഷുവ 3:4. നിങ്ങൾ ഇതിനു മുമ്പ് നടക്കാത്ത പുതിയ വഴി. അത് ഭയങ്കര ഹൃദ്യമാണ്. ഇന്നലെ ഇതുപോലൊരു സാക്ഷ്യം ഉണ്ടായി. ഇന്നലത്തെ സാക്ഷ്യം ഇതുപോലെ രസമാണ്. അതായത് 1954 പ്രമാണം ചെയ്ത് കിട്ടിയതാണ് അപ്പൂപ്പൻ്റെയൊക്കെയൊന്നും. എന്നിട്ട് അപ്പൻ മകന് കൊടുത്തു സ്ഥലം. അപ്പോൾ ഇപ്പോൾ 66 വർഷമായി. 1954 കിട്ടിയതാണ്. അപ്പന് കൊടുത്തു, അപ്പൻ മകന് കൊടുത്തു. മകൻ്റെ കയ്യിലിരിക്കുന്ന പുരയിടം പ്രമാണം ചെയ്തതുകൊണ്ട് ആർക്ക് പ്രമാണം ചെയ്തത്? അപ്പന് പ്രമാണം ചെയ്ത് കൊടുത്തിരിക്കുന്നത് പ്രമാണമുണ്ട്. പഴയ പ്രമാണമാണ്. നമുക്ക് കാണാം, തിരുവിതാംകൂറിൻ്റെ പോലെയൊക്കെയുള്ള പഴയ ശംഖുമുദ്രയൊക്കെ ഉള്ള പ്രമാണമാണ്. അപ്പോൾ ഇത് പോക്കുവരവ് ചെയ്തിട്ടില്ല. ഇപ്പം മകൻ്റെ കയ്യിലിരിക്കുക. പല പ്രാവശ്യം തഹസിൽദാരടുത്തും വില്ലേജ് ഓഫീസ് ചെല്ലുന്നുണ്ടെങ്കിലും ഇത് പോക്കുവരവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയും. കാര്യം എന്താണ്? അപ്പന് കൊടുത്തതാണ്, പക്ഷേ അപ്പൻ ഇയാൾക്ക് കൊടുത്തതായിട്ട് രേഖയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഈ വിഷയം വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ ഉടനെ സംഭവിക്കണം എന്താണെന്നറിയാമോ? എറണാകുളം ജില്ലയിലുള്ള ബെസ്റ്റ് വില്ലേജ് ഓഫീസറിനെ അമ്മ മാതാവ് അവിടെ പോസ്റ്റ് ചെയ്യും. നമ്മൾ കണ്ണ് നിറഞ്ഞു പോയത് കേട്ട് കഴിഞ്ഞാൽ, അതായത് ഏറ്റവും നല്ല വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് അവാർഡ് കിട്ടിയ ഒരാളെ ജസ്റ്റ് അവിടെ പോസ്റ്റ് ചെയ്യും. അപ്പോഴുടനെ ഈ മനുഷ്യൻ ചെന്ന് പറയും, സാറേ എൻ്റെ പ്രമാണം പൊക്കുവരെ ചെയ്തിട്ടില്ല എന്ന് പറയും. ഉടനെ ഈ മനുഷ്യൻ കുറേ കാര്യങ്ങൾ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കും. ഒരു ബന്ധുവില്ല, ആദ്യം വന്ന ആളാണ്, പണ്ട് വന്ന ഈ 10-20 കൊല്ലമായിട്ട് അവിടെ വന്ന വില്ലേജ് ഓഫീസർ പറയും ഇയാളെ പായിക്ക്. പക്ഷേ ഈ വില്ലേജ് ഓഫീസർ പറയും ഇതിൻ്റെ ഒരു വഴികൾ പറഞ്ഞു കൊടുക്കും. വഴികൾ പറഞ്ഞു കൊടുത്തിട്ട് പറയും, നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് പുരയിടം തന്നതായിട്ട് എന്തെങ്കിലും രേഖ, പ്രമാണം ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും രേഖ ഉണ്ടോ എന്ന് നോക്കാൻ പറയും. അപ്പോഴമ്മ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഒരു ലൂപ്പ് ഹോൾ പറഞ്ഞു കൊടുക്കും. എന്താണ്? പണ്ടൊരിക്കൽ ഈ പറമ്പ് ഈട് വെച്ചിട്ടുണ്ട്, ഈ സ്ഥലം ഈട് വെച്ചിട്ടുണ്ട്. ഇയാൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി അപ്പൻ ഇയാൾക്ക് കൊടുത്ത പറമ്പ് തന്നെയാണ് ഈട് വെച്ചിരിക്കുന്നത്. അതിന് അപ്പൻ ഒപ്പിട്ടിട്ടുണ്ട്. അത് മറന്നിരിക്കണ കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം അന്വേഷിച്ച് ചെന്നപ്പോഴേ അമ്മ കൂടി സഹായിച്ച് ആ പേപ്പർ എടുത്ത് കൊടുത്തു. ആ പേപ്പർ കൊണ്ടുവന്ന് സാറേ ഇത് പണ്ട് എൻ്റെ അപ്പൻ ഒപ്പിട്ട് തന്നിട്ടുള്ളതാണ്, എനിക്ക് വേണ്ടി ഈ സ്ഥലം ഈട് വെക്കാൻ വേണ്ടി ഒപ്പിട്ട് തന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, വിത്തിൻ നോ ടൈം 24 മണിക്കൂറിനുള്ളിൽ 66 കൊല്ലം നടക്കാത്ത കാര്യം 24 മണിക്കൂറിനുള്ളിൽ ആ മനുഷ്യന് പോക്കുവരവ് ചെയ്ത് കൊടുക്കും. ശ്രുതികട ഹല്ലേലൂയ. കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് യോശുവ 3:4 പറയണത്. എന്താ പറയണത്? ഈ വഴിയിലൂടെ പറഞ്ഞേ, ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. ആരാണ്? ബാങ്ക് മാനേജറും വില്ലേജ് ഓഫീസറും. പോകേണ്ട വഴി അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. ശ്രദ്ധിക്കട്ടെ, ഹൈ അടിച്ചിട്ടുണ്ടല്ലോ.
കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഏറ്റവും പ്രാർത്ഥിച്ച കർത്താവേ, ഈ കാലങ്ങളിലെ വാഗ്ദാന പേടകത്തിൻ്റെ മാതൃകയിലെ നിന്നെ വിശ്വസിച്ച് ഉടമ്പടി ചെയ്യുന്ന ഞങ്ങൾക്കായി നീ ഒരുക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങള്, സംഭവ പരമ്പരകള് കേൾക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരിലും വിശ്വസിച്ച് വേഗതയുള്ള വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം നമുക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം നമുക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുപോലെ തന്നെയാണ് ഉടമ്പടി എടുക്കുമ്പോഴേ ചികിത്സിക്കുന്ന ഡോക്ടറിനെ പറഞ്ഞ് കോൺഫറൻസിന് വിടുന്നത്. ആ കുഞ്ഞിൻ്റെ പാങ്ക്രിയാസിൻ്റെ അഡിനോയിഡ് പൊട്ടിപ്പോയില്ലേ, അപ്പോൾ മൂത്രം 2 ലിറ്റർ അനുസരിച്ച് പോകുന്നു. കുഞ്ഞിന് 2 മില്ലി പോലും വെള്ളം കൊടുക്കാൻ പറ്റണില്ല. അപ്പോഴിതിന് മരുന്നില്ല, ശരിക്കും മരുന്നില്ല. ഹൗ ടു ട്രീറ്റ് നമുക്കറിയത്തില്ല, ഡോക്ടർമാർക്കും അറിയത്തില്ല. ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ഒരു കാര്യം ചെയ്തു. എന്താണ്? ആ ചികിത്സിക്കുന്ന ഡോക്ടറെ പറഞ്ഞ് കോൺഫറൻസിന് വിട്ടു. നമ്മളത് കേട്ടതല്ലേ. കോൺഫറൻസിൽ വെച്ചാണ് മെഡിസിനെക്കുറിച്ച് ഡോക്ടറിന് ഒരു ഐഡിയ കിട്ടുന്നത്. അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നറിയത്തില്ല. മേ ബി ഫസ്റ്റ് ടൈം ഹീസ് അപ്ലൈയിങ് ദാറ്റ്. ഈ ഒരു രോഗത്തിന് വേണ്ടി ഈ എന്താണ് ഒപ്റ്റമോഡൈസ് ആ മരുന്ന് ഉപയോഗിക്കാമെന്ന് ഡോക്ടറിന് ഒരു ആന്തരിക ബോധ്യം കിട്ടുന്നുണ്ട്. അത് ഉപയോഗിക്കുകയും കുഞ്ഞ് സുഖപ്പെടുകയും ചെയ്യും. അതെല്ലാം പുതിയ വഴികളാണ്. ഇതുപോലെ അജ്ഞാതമായ മന്നയാൽ ഞാൻ നിന്നെ ഉടമ്പടിയുടെ കുറേ വാഗ്ദാനങ്ങളുണ്ട്. അതിലൊന്ന് അജ്ഞാതമായ മന്നയാൽ ഞാൻ നിന്നെ തീറ്റിപ്പോറ്റു. ഒന്ന് പറഞ്ഞേ. അത് നിയമാവർത്തനം 8:3 ഇതെല്ലാം വാഗ്ദാനമാണ്. വാക്കിൻ്റെ ഉള്ളിലൊക്കെ ദാനം വെച്ചിരിക്കുക. ഇത് ഈ ബൈബിളിൽ മുഴുവനും വാഗ്ദാനമാണ്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും നിൻ്റെ ഓരോ അവയവത്തിനും ജീവിത സാഹചര്യത്തിനുമുള്ള പരിഹാരത്തിൻ്റെ ദാനങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനാണ് വാഗ്ദാനം എന്ന് പറയണത്. നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ ദാനം റിലീസാകും, പുറത്തേക്ക് വരും. അങ്ങനെയാണ് വാഗ്ദാനം പ്രാപിക്കണത്. അതിൻ്റെ പ്രോസസ്സ് അതാണ്. വാഗ്ദാനത്തെ നമ്മൾ പ്രാപിക്കും. വാക്കിൻ്റെ ഉള്ളിൽ ദാനമുള്ളതിനാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. ഇപ്പം എന്നാ പറയണത്? നിയമാവർത്തനം 8:3 എന്നാ പറയണത്? അജ്ഞാതമായ മന്നയാൽ. പറഞ്ഞേ, അജ്ഞാതമായ മന്നയാൽ. അപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത മന്നയാണ്. ഒപ്റ്റമോസൈഡിനെ കുറിച്ച് ഡോക്ടറിന് അറിയത്തില്ലല്ലോ. അജ്ഞാതമായ മന്നയാണത്. ആ കോൺഫറൻസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നും അമ്മയ്ക്കറിയാം. അമ്മ അതുകൊണ്ട് ഡോക്ടറിനെ പതുക്കെ കോൺഫറൻസിലേക്ക് വിട്ടിട്ടാണ് ഈ നിയമാവർത്തനം 8:3 സംഭവിക്കുന്നതിന് മുമ്പ് ഒരു മരുഭൂമി എക്സ്പീരിയൻസ് ഉണ്ട്. അതെപ്പോഴും നമ്മൾ ഈ മരുഭൂമി നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. മരുഭൂമി നിൽക്കുന്നവർ ഇന്നലെ 2 കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അമ്മ മിണ്ടാണ്ട് ഇങ്ങനെ കനച്ച് നിൽക്കുകയാണ്.
അതായത് അവൾ എന്നോട് നിശബ്ദമായി ചോദിക്കണത് ഞാൻ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്നാണ്. കാര്യം എന്താണ്? പക്ഷേ എൻ്റെ മനസ്സിൽ അവൾ പറയുന്നുമ്പോണ്ടത് ഇവളെങ്ങനെ ഇനി സർവൈവ് ചെയ്യുമെന്നാണ്. കാര്യം അവൾക്ക് ഭർത്താവിനോട് നല്ല ഇഷ്ടമായിരുന്നു, പക്ഷെ ഭർത്താവ് മരിച്ചുപോയി. അവൾക്ക് ആ 2 കുഞ്ഞുങ്ങൾക്ക് അപ്പനെ നഷ്ടപ്പെട്ടു. അവൾക്ക് സ്നേഹമുള്ള ഒരു സംരക്ഷകനെ നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് അതായിരുന്നു പ്രശ്നം. എൻ്റെ കുഞ്ഞുങ്ങളെക്കാളുപരി പ്രശ്നം അവളിനെ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് തന്നെയായിരുന്നു. കാര്യം അവൾ മരുഭൂമിയിലാണ്, തണൽ മരം നഷ്ടപ്പെട്ടു. എപ്പോഴും ബൈബിൾ മരുഭൂമിയെക്കുറിച്ച് സംസാരിക്കും. എന്താണ്? തണലില്ലാത്ത സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കും. ആരെങ്കിലും മരുഭൂമിയിലായിട്ടുണ്ടെങ്കിൽ അച്ഛനെ കേൾക്കണം, നല്ലതായിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? മരുഭൂമി വെച്ചാണ് എല്ലാ സംരക്ഷണവും കിട്ടുന്നത്. നിൻ്റെ തണൽ മരങ്ങൾ നാളെ കാലങ്ങളിൽ ഉണങ്ങിപ്പോകാൻ സാധ്യതയുള്ള തണമരങ്ങൾ വെട്ടിമാറ്റപ്പെടുമ്പോൾ ഉണങ്ങാത്തൊരു മരം കർത്താവ് നിനക്ക് മുമ്പിൽ ചൂടി വച്ചിരിക്കും. അത് നീ വിശ്വാസം കൊണ്ട് പ്രാപിക്കണം. എൻ്റെ 32 കൊല്ലത്തെ ശുശ്രൂഷാനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയണത്. ഭർത്താക്കന്മാർ മരിച്ചവരും ഭാര്യ മരിച്ചവരും ഞാൻ ഒത്തിരി കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പറയും, വെയിറ്റ് ആൻഡ് പ്രേ. കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാന നാടുണ്ട്. ബൈബിളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന വാഗ്ദാന നാടുമായിട്ടാണ്. നിന്നെ സംരക്ഷിക്കാനുള്ളൊരു ഇടമാണത്. പക്ഷേ വാഗ്ദാന നാട് നമ്മൾ പ്രാപിക്കുന്ന മുമ്പ് ഒരു മരുഭൂമിയിലൂടെ ഒരു യാത്രയുണ്ടെന്നാണ് പുറപ്പാട് പുസ്തകം പറയണത്. കൈയിട്ടിച്ച് കർത്താവ് ശക്തിയോട് സ്തുതിക്കട്ടെ യേശുവേ. ചെങ്കടലിൽ നീ എന്ന് പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മണ്ണ പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ നീതി പ്രമാണങ്ങൾ പകർന്നേ. ചെങ്കടലിൽ നീ എന്ന് പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മണ്ണ പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി മാമലമുകളിൽ നീതി പ്രമാണങ്ങൾ ഉയർത്തി. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അവിടുന്ന് നിങ്ങളെ മരുഭൂമിയിലൂടെ അയച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നിയമാവർത്തനം 8:3 പറയുന്നുണ്ട്. മരുഭൂമി എന്ന് പറയുന്നത് തണൽ ഇല്ലാത്ത സ്ഥലങ്ങൾ. അവിടെ നിങ്ങളെ മരുഭൂമിയുടെ അയച്ചത് നിങ്ങളെ എളിമപ്പെടുത്താനും നിങ്ങളെക്കൊണ്ട് ഉടമ്പടി ചെയ്യിക്കാനാണെന്നാണ് ബൈബിൾ പറയണത്. അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ അയച്ചത് നിങ്ങളെക്കൊണ്ട് ഉടമ്പടി ചെയ്യിക്കാനാണെന്നാണ് ബൈബിൾ പറയണത്. കാര്യം വാഗ്ദാന നാടിന് മുമ്പുള്ളതാണ് മരുഭൂമി. അതിന് നിയമാവർത്തനം 8:2 പറയും. എന്നാ പറയണത്? നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും ഉടമ്പടി തന്നെ സബ്ജക്റ്റാണ്. മരുഭൂമി കാലം വരുമ്പോൾ കടങ്ങളുടെ കാലം, രോഗത്തിൻ്റെ കാലം, ആർക്കും അതിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല. ഏത് പർദീസായി ജീവിച്ചാലും നമ്മളവിടെ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പരീക്ഷണങ്ങളിലൂടെ ആയിരിക്കും. ഇപ്പോൾ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടല്ലോ. തുടങ്ങിയത് എവിടെയാണ്? ആദ്യം ലവ് ജിഹാദിൻ്റെ ഇരയായത് ആരാണ്? ഹവ്വയല്ലേ?
അല്ലേ? ആ, അവരോടല്ലേ വന്ന് പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ സംഭവങ്ങളുണ്ട്, നിനക്ക് വേണേൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലവ് ജിഹാദിൽ ആദ്യം അകപ്പെട്ടത് ആരാണ്? ഹവ്വായ. ഈ സാധനമുണ്ട്, ഇപ്പം തന്നെയല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ചില സ്ത്രീകൾ ആര് പറയണത് കേൾക്കാനും തയ്യാറാണ്. അതും വിശുദ്ധ വചനം പറയുന്ന ഒരു വിഷയമാണ്. പൗലോസാണ് പറയണത്, 1 തിമോത്തിയിലുള്ളതാണ്. പഠിച്ചു മാറ്റുന്നവനെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല. അടിക്കപ്പെടുന്നവരുടെ ആധ്യാത്മികത ബൈബിള് സംസാരിക്കുന്നൊരു വിഷയമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ശ്രുതികട ഹല്ലേലൂയ. രണ്ട് തിമോത്തി 3:7 ചില സ്ത്രീകൾ ആര് പറയണത് കേൾക്കാനും തയ്യാറാണ്. ചില ചാബല്യമുള്ള മനസ്സുകൾ നിത്യതയെ മറന്നുകൊണ്ട് ജഡികമായ താല്പര്യങ്ങൾക്ക്, കണ്ണിൻ്റെ ദുരാശയ്ക്ക് അകപ്പെട്ടു പോകും. കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും പിതാവിൻ്റെതല്ലെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? കാറ്റഗിസം ക്ലാസ്സിലാണ്. സഭ പറഞ്ഞു കൊടുക്കണം, അപ്പൻ പറഞ്ഞു കൊടുക്കണം, അമ്മ പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ലോകം കടന്നു പോകും, അതിൻ്റെ മോഹങ്ങൾ വന്ന്. 1 യോഹന്നാൻ 2:17. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം ടെസ്റ്റ് ഇല്ലാത്ത ഒരു കേസില്ല. അതുകൊണ്ട് പറയാം, എന്തുകൊണ്ടാണ് നമ്മൾ പരീക്ഷിക്കപ്പെട്ടത്? എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനാണ് മരുഭൂമി വരുന്നത്. അതിനോട് വിശ്വസ്തത പാലിച്ചു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് കൽപ്പനകളോട് വിശ്വസ്തത പാലിച്ചു കഴിയുമ്പോൾ, അതാണ് ഉടമ്പടിയുടെ 2 ഭാഗങ്ങൾ. എൻ്റെ കൽപ്പനകൾ നിങ്ങൾ അതാണ് നിയമാവർത്തന പുസ്തകം 8:2. എന്തുകൊണ്ടും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. എന്തിനാണ്? എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഇവിടെയും കൽപ്പനയാണ് വിഷയം, ഉടമ്പടിയാണ് വിഷയം. അപ്പോൾ നമ്മൾ ഉടമ്പടി പാലിച്ചുകൊണ്ട് ഈ മരുഭൂമിയെ തരണം ചെയ്തിട്ട് വാഗ്ദാന നാട്ടിലെത്തും. അപ്പോഴും നമ്മുടെ കഴിവല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും നമ്മുടെ കഴിവിലുള്ള വിഷയമല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മറന്നു പോകരുത്. ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും, നിത്യജീവൻ ഉൾപ്പെടെ നമ്മുടെ ശേഷിക്കൊന്നും പരിധിയിലുള്ള കാര്യങ്ങളല്ല. പല കാര്യങ്ങൾ. ഇപ്പോൾ ഒരു PR കാര്യം പറഞ്ഞില്ലേ, 50 വയസ്സ് ആ ചേച്ചിക്കുണ്ട്. PR കിട്ടാനുള്ള സാധ്യത ഇല്ല. പക്ഷെ ഉടമ്പടി ചെയ്യുമ്പോഴെങ്ങനെയാണ് സാധ്യത വരണത്? ഒരു ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിടും. എന്താണ്? എന്നിട്ട് ഉദ്യോഗസ്ഥർ ഇവരോട് സംസാരിക്കുകയാണ്, നിങ്ങളുടെ മകനെ എന്താ നാട്ടിൽ നിർത്തിക്കൊണ്ട് മുളപ്പിക്കാൻ ഉദ്ദേശിച്ച എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് പറയും, സാർ നടക്കത്തില്ല. 47 നിങ്ങൾ തരുന്ന ഷീറ്റിൻ്റെ അകത്ത് 47 പോയിൻ്റ് ഞാൻ റെഫർ ചെയ്യണമെങ്കിൽ എൻ്റെ മകൻ അംഗവൈകല്യം ഉള്ളവനാണെന്നും അവന് സർവീസ് ചെയ്യണമെങ്കിൽ എൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ട്, ഞാൻ ഒപ്പിട്ട് തരണം. ദാറ്റ് ഈസ് ഫാൾസ്, ദാറ്റ് ഈസ് ലൈ. ഞാനത് ചെയ്യത്തില്ല. അവർ കർത്താവിൻ്റെ വചനത്തിൽ സാക്ഷ്യം വഹിക്കണം, കണ്ടില്ലേ? ഞാനത് ചെയ്യത്തില്ല. പൊന്നു തരാമെന്ന് പറഞ്ഞാലും ഞാനത് ഒപ്പിട്ട് തരത്തില്ല. കാര്യം അവന് ജോലിയുണ്ട്, അവൻ എൻ്റെ ഡിപ്പെൻഡൻ്റ് അല്ല, അവനെൻ്റെ ഡിപ്പെൻഡൻ്റ് അല്ല. ഞാൻ കള്ളത്തരം ചെയ്യത്തില്ല. അവരെന്താ ചെയ്തിരിക്കുന്നത്? അവർ സുവിശേഷത്തിന് സാക്ഷ്യമാണ്. അതാണ് നിയമാവർത്തനം 8:2. എന്തിന് മരുഭൂമി, എന്തിന് PR തടഞ്ഞു? എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. അവരതിൽ വിജയിച്ചു. കൈയിടിച്ച് കർത്താൻ കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം
എംബസിയുടെ സൈറ്റിലൂടെ അല്ലാതെ വേറെ ഒരു പേഴ്സണൽ സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ പുട്ട് ഫോർത്ത് ചെയ്യുമ്പോൾ ഈ ഫോർമാറ്റ് പൂരിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു ലൂപ്പ് ഹോൾ തന്നെ വഴി കണ്ടില്ലേ? വഴി, അജ്ഞാതമായ വഴി. ഇതിനു മുമ്പ് നിങ്ങൾ നടക്കാത്ത വഴിയിലൂടെ ഞാൻ നിങ്ങളെ നടത്തുമെന്ന് പറയണില്ലേ? അവർ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറായപ്പോൾ, നിബന്ധനകൾ പാലിച്ചപ്പോൾ, വാഗ്ദാനങ്ങൾ വിശ്വസ്തത പാലിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പാപം ചെയ്യാതെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. എംബസിയുടെ സൈറ്റിലൂടെ അല്ലാതെ ആ സഹോദരൻ്റെ, ആ സാറിൻ്റെ പേഴ്സണൽ സൈറ്റിലൂടെ, ഇമെയിലിലൂടെ ആപ്ലിക്കേഷൻ ഫോർത്ത് ചെയ്യാൻ പറയും. അപ്പോഴീ 49ാമത്തെ വിഷയത്തിൽ നമുക്ക് ഒപ്പരേണ്ട കാര്യം ഇല്ല. പുതിയ വഴി തന്നെ. നിങ്ങൾ ഇതിനു മുമ്പ് നടക്കാത്ത വഴികളിലൂടെ ഞാൻ നിങ്ങളെ നടത്തുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം ഉടമ്പടിയിലൂടെ പാലിക്കുന്നു. കൈയടിച്ച് കർത്താവിന് ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതെല്ലാം വാഗ്ദാനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും ദൈവം വാക്കിൽ ദാനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നീ കൽപ്പന പാലിച്ച് വാഗ്ദാനം വിശ്വസ്തനായി കഴിയുമ്പോൾ ഈ ദാനം റിലീസ് ചെയ്ത് നിനക്ക് തരൂ. അതാണ് എല്ലാ ഉടമ്പടിയുടെ പ്രത്യേകതയെന്ന്. അതുകൊണ്ടാണ് ഇപ്പം 40 ലക്ഷം കടമുണ്ട്, 7 ലക്ഷം പലിശയാണ്. കടം കിട്ടാൻ നിവർത്തിയില്ല. ആ പലിശയിൽ കൊടുക്കാതെ വഴി കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ കർത്താവ് എന്താ ചെയ്തിരിക്കുന്നത്? ഭർത്താവിന് കുറച്ചുകൂടി മെച്ചമായ ശമ്പളം കൊടുത്തിട്ട് ഇവൾക്ക് വേറെ ജോലി കൊടുക്കും. ഇപ്പോൾ ഓക്കെ ആയി. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും അധ്വാനിക്കാത്ത കൃഷിഭൂമിയും ഞാൻ നിങ്ങൾക്ക് അവകാശിയാക്കുന്നവരെ വാഗ്ദാനങ്ങളിലുണ്ട്. എല്ലാം ജോഷുവയിലാണ് ഉള്ളത്. വാഗ്ദാന പേടകം കയ്യേറ്റി മേടിക്കുമ്പോൾ ജോഷുവ കൊടുക്കുന്ന വാഗ്ദാനങ്ങളാണ്. ജോഷുവ 24 ശ്രുതികട ഹല്ലേലൂയ. ജോഷുവ 24:13. ജോഷുവ 24:13. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി സാക്ഷാത്കരിക്കുന്ന ഐതിഹാസികമായ വചന വിജയവീഥികളിലൂടെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞങ്ങളും ഈ ധ്യാനം എവിടെയെല്ലാം ഈ ആരാധന ആരെല്ലാം പങ്കെടുക്കുന്നുവോ അവരെല്ലാം അജ്ഞാതമായ വഴികളെ തെളിച്ചു കിട്ടി. കർത്താവേ, നിന്റെ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ, അത്ഭുതങ്ങള് അടയാളങ്ങള് കാണിക്കുവാൻ തക്കവിധം ജോഷുവ 3:5 പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പശ്ചാത്തപിക്കുവേൻ. നാളെ നിങ്ങളുടെ ഇടയിലെ ഉടമ്പടി പ്രകാരം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവേ, നിന്റെ അത്ഭുതങ്ങള്, നിന്റെ കരബലങ്ങള് പ്രബലമാകാൻ പശ്ചാത്താപത്തിന്റെ അരുവിയാൽ ഞങ്ങളെ ആ താപത്തിലേക്ക് അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. ജോഷുവ 5:3. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. കൈ ശരീരത്തിൽ വെച്ചുള്ള ദൈവനാമത്തിലെ കൈ, രോഗാതുരമായ ശരീരത്തിൽ വെച്ചുള്ള കൈവെപ്പ് പ്രാർത്ഥനയാണ്. അനേകം പേർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. എവിടെയെല്ലാമുള്ള ഏതെല്ലാം നാടുകളിലും വീടുകളിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരും ഇപ്പോൾ രോഗാതുരമായ നിൻ്റെ ശരീരത്തിൽ
യേശുനാമത്തിൽ കൈവച്ച് ഈ ആരാധനയിൽ പങ്കെടുത്ത് സൗഖ്യം പ്രാപിക്കാവുന്നതാണ്. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കട്ടെ. ഗർഭാശയത്തിൽ ഗർഭാശയ സിസ്റ്റുള്ളവർ, രക്തസ്രാവക്കാരികൾ, അർസസ് രോഗമുള്ളവർ, പിസ്റ്റുല രോഗികൾ, PCOD ഫിഷ രോഗികളൊക്കെ ഉദരത്തിലും അടിവയറ്റിലും കൈവെക്കട്ടെ. ശ്വാസകോശ രോഗികൾ, ശ്വാസമുട്ടൽ ആസ്മയുള്ളവർ, വലിവ് രോഗികൾ ശ്വാസകോശത്തിൽ നെഞ്ചിൽ കൈവെക്കട്ടെ. ഹൃദയരോഗികൾ, കരൾ രോഗികൾ, പങ്ക്രിയാസിൻ്റെ അസുഖമുള്ളവരെല്ലാം നെഞ്ചും കൂടിനെ താഴെ കൈവെക്കട്ടെ. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസ് രോഗികൾ കഴുത്തിനും പിൻകഴുത്തിനും കൈവെക്കട്ടെ. ശിരസ് സംബന്ധമായ രോഗങ്ങൾ, കേൾക്കാൻ പാടില്ലാത്തവർ, കാണാൻ പാടില്ലാത്തവർ, സംസാരിക്കാൻ പറ്റാത്തവർ, തലവേദന മാറാത്ത തലവേദനയുള്ളവർ, തലച്ചോറിൽ രക്തം കട്ടപ്പിടിച്ചിരിക്കുന്നവർ ഒക്കെ ശിരസ്സിൽ കൈവെക്കട്ടെ. ശരീരമാസകലം പല പല രോഗങ്ങളുള്ളവർ കൈ സ്വസ്തികയായിട്ട് കൈ പൊതിഞ്ഞു കെട്ടി നെഞ്ചത്ത് വെച്ച് പൂർണ്ണമായിട്ട് കർത്താവിനെ അടിമുടി ഏൽപ്പിക്കട്ടെ. വാതരോഗികൾ, പലതരത്തിലുള്ള അലർജി രോഗികൾ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവർ, വിസർപ്പത്തിൻ്റെ രോഗമുള്ളവർ, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, ആന്തരിക നീർവീക്കമുള്ളവരൊക്കെ കൈ പൊതിഞ്ഞു കെട്ടി അടിമുടി കർത്താവിനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേൽപ്പിക്കട്ടെ. സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. കിഡ്നി രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവെ, നിൻ്റെ കൈ നീട്ടണമേ, നിൻ്റെ കൈ നീട്ടണമേ. നിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ, നിൻ്റെ കൈ നീട്ടണമേ. അപ്പാ, നിൻ്റെ കൈ നീട്ടണമേ. അപ്പാ, നിൻ്റെ കൈ നീട്ടണമേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അപ്പാ, കൈ നീട്ടണമേ. അപ്പാ, കൈ നീട്ടണമേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പാ, അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അങ്ങേ പുത്രൻ യേശുക്രിസ്തു നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരവേദികൾ യേശുനാമത്തിൽ, യേശുനാമത്തിൽ മാർഗരോഗികൾ, തീരവേദികൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, കൈ വിടർത്തി വെക്കുക. അച്ഛനെ പോലെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം നമ്മൾ ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. അത് പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിക്കണമെന്ന് പറയണം. പരീക്ഷ എഴുതാൻ പോകുന്നവരെ ഇപ്പോൾ അച്ഛൻ സമർപ്പിക്കാൻ പോകുന്നു. അത് എല്ലാ പരീക്ഷയും, ബോർഡ് എക്സാമിനേഷൻ ഉൾപ്പെടെ റിവിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ, നമുക്ക് മക്കളെ കർത്താവിനെ ഏൽപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരു നിരാശയും വേണ്ട. കുഞ്ഞുങ്ങളുടെ കഴിവുകേടിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. കർത്താവിൻ്റെ കഴിവിനെ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ കരബലത്തെക്കുറിച്ച് ചിന്തിക്കുക. കുഞ്ഞുങ്ങളുടെ കഴിവുകേടിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. അവരെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ കരബലത്തെക്കുറിച്ച് ചിന്തിക്കുക. ചെങ്കടൽ പിളർത്തി മരുഭൂമിയുടെ നയിച്ച് ജോർദാൻ വറ്റിച്ചുകൊണ്ട് വാഗ്ദാന നാട് പ്രാപിച്ച പിതാവിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പാ, ഞങ്ങൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസ്സിൽ കൈകൾ വെക്കണമേ. അപ്പാ, ബുദ്ധി കുറഞ്ഞുള്ള കുഞ്ഞുങ്ങളുണ്ട്, പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം അപ്പാ അങ്ങയുടെ വിശുദ്ധ വലത്തുകരം അവിടെ ശിരസ്സിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾക്ക് ഉടമ്പടി പാലിക്കുവാനുള്ള
കൃപയും ശക്തിയും ഓരോ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, പലതരത്തിലുള്ള നൈപുണ്യ പരീക്ഷകൾ എഴുതുന്നവരെ, IELTS പോലെ MOH, HAD, OET പോലെയുള്ള നൈപുണ്യ പരീക്ഷകൾ എഴുതുന്നവരെ അവിടെ കഴിവ് കൊണ്ടല്ലപ്പ അങ്ങനെ കൃപ കൊണ്ട് അവർക്ക് ബുദ്ധി കൊടുക്കണമേ. അവിടെ ക്വസ്റ്റ്യൻസ്, അവിടെ എഴുത്തുകൾ, അവിടെ പ്രസൻറ്റേഷൻസ്, അവരുടെ ഫോണറ്റിക്സ് എല്ലാം അപ്പം പരിശോധിക്കണമേ. അതിൻ്റെ പോരായ്മകളെ പരിഹരിക്കണമേ. അവിടെ കഴിവ് കൊണ്ടല്ലപ്പ അങ്ങ് പുത്രനായി യേശു ക്രിസ്തു അവൻ്റെ തിരുമരണത്താൽ ഉയർത്തെഴുന്നേൽപ്പിനാൽ നേടിയെടുത്ത കഴിവ് കൊണ്ട്, അതിൻ്റെ കൃപയുടെ കഴിവ് കൊണ്ട് അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, മദ്യപാന ആസക്തികൾ തകർന്ന കുടുംബങ്ങൾ, സമാധാനമില്ലാതെ വിട്ടുപോയ കുടുംബങ്ങൾ, ഡൈവേഴ്സിന് കർത്താവെ വിചാരണ നേരിടുന്ന കുടുംബങ്ങൾ, അകന്നുപോയ മാതാപിതാക്കന്മാർ, ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, സാമ്പത്തിക തകർച്ച വന്നുപോയവരെ, സാമ്പത്തിക കടങ്ങളെ വിഷമിക്കുന്നവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, പലതരത്തിലുള്ള വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ, ഈശോ ജോലിക്ക് പ്രൊമോഷൻ ഇല്ലാത്തവരെ, കടങ്ങൾ പരിഹരിക്കാൻ മാർഗമില്ലാത്തവരെ, ഈശോ വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, പലതരത്തിൽ വേദനിക്കുന്നവരെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഞങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ആരെല്ലാമാണോ ആയിരങ്ങൾ ചെയ്ത ഉടമ്പടിയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കട്ടെ. യോർദാൻ വറ്റിച്ച വാഗ്ദാന പേടകമേ, യേശുവിൻ്റെ ആത്മാവേ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യോർദാൻ വറ്റിച്ച യേശുവിൻ്റെ ചൈതന്യമേ, പരിശുദ്ധ അമ്മയുടെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയിൽ ഇറങ്ങി വസിച്ച അത്യുന്നതന്റെ ശക്തിയെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തിലെ ജീവിത ദുരിതങ്ങള് മാറിപ്പോകട്ടെ, ജീവിത തടസ്സങ്ങള് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയം. നേർച്ച വസ്തുക്കൾ എടുത്തിട്ട് മൗനമായി പ്രാർത്ഥിക്കുക. വെഞ്ചരിക്കാനുള്ള നേർച്ച വസ്തുക്കൾ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ആശീർവാദം ലഭിക്കുന്ന ദൈവനിമിഷമാണ്. ഈ ആശീർവാദത്തിലൂടെ കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വീണ്ടും ഇടപെടാനുള്ള സമയമാണ്. ഡേറ്റിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഏതെങ്കിലും ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഡേറ്റിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിൻ്റെ ജീവിത ആവശ്യങ്ങളുടെ മേലെ നീ സമയം കുറിച്ചുകൊണ്ട് ആ സമയം പരിശുദ്ധ അമ്മ വഴി അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുക. നിൻ്റെ മകളുടെ കല്യാണമാകാം, അതിൻ്റെ തീയതി നീ നിശ്ചയിക്കുക. ഇനി മക്കളില്ലാത്തവരാണെങ്കിൽ മക്കളെ കിട്ടാനുള്ള തീയതി നീ നിശ്ചയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അകാത്ത സമയമാക്കിയെടുക്കാൻ അമ്മയാണ് മധ്യസ്ഥത്തിൻ്റെ ദൈവസംവിധാനമെന്ന് അറിഞ്ഞുകൊണ്ട് നീ പരമദിവ്യകാരുണ്യത്തിന് നിൻ്റെ സമയങ്ങളെ സമർപ്പിക്കുക. ലോകം മുഴുവൻ നാടുകളിൽ ഇരുന്നു കൊണ്ട്, വീടുകളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ അവിടെ സമയത്തെ ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ആരാധനയുടെ നിമിഷങ്ങളിൽ ഈശോയ്ക്ക് സമയം സമർപ്പിക്കുക. ജോലി സമയം, നാട്ടിലോട്ട് പോരുന്ന സമയം, ജോലി തിരക്കിപ്പോകുന്ന സമയം, ഇൻ്റർവ്യൂ സമയം, കോടതി സമയം, സ്ഥലം അളവ്, സ്ഥലം ഉടമ്പടി, ബാങ്ക് ലോൺ, നിൻ്റെ പ്രാർത്ഥനാ സമയങ്ങൾ വേറെ തരത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സംരക്ഷണത്തിനായി നിൻ്റെ ദിവ്യകുർബാന സമയം, നിൻ്റെ കുടുംബ പ്രാർത്ഥനാ സമയം, നിൻ്റെ ഉടമ്പടി പ്രാർത്ഥനാ സമയം എല്ലാം പരിശുദ്ധ അമ്മ വഴി സമയ സംരക്ഷണത്തിനായി ഈശോയ്ക്ക് സമർപ്പിക്കുക. അതെല്ലാം വിഷയങ്ങൾക്ക് സമയമുണ്ടോ ആ സമയങ്ങളെല്ലാം സമർപ്പിക്കുക. മൊബൈലിൽ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ ഈശോ നിങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ്. നിങ്ങൾ ഇപ്പോഴ് പ്രാർത്ഥന ആവശ്യം മൊബൈലിൽ സമർപ്പിച്ചുകൊണ്ട് സമയത്തെ സമർപ്പിക്കുക. ഡേറ്റ് ആൻഡ് ടൈം.
2-3 കുഞ്ഞറിയിപ്പുകൾ ശ്രദ്ധിക്കുക. കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ, ഹാർട്ടിൻ്റെ അസുഖമുള്ളവർ, പിന്നെ ഗുരുതരമായ മാരക രോഗമുള്ളവർ. അവിടെ സൗഖ്യത്തിന് വേണ്ടി 3:30 മുതൽ അൾത്തറയിൽ പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും പ്രാർത്ഥിക്കാം. അവർക്കാവശ്യമായ കൂപ്പൺ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് 2ാം നമ്പറിൽ നിന്ന് കിട്ടും. 2ാം കൗണ്ടറിൽ നിന്ന് അവർക്ക് കൂപ്പൺ കിട്ടും. കൂപ്പൺ ഇല്ലാത്തത് വന്നു കഴിഞ്ഞാൽ അർത്ഥം നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് കൂടിയിട്ടില്ല. പുറത്തുനിന്ന് വന്നവരെ തിരിച്ചറിയണത് കൂപ്പൺ ഇല്ലാത്തതായിട്ടാണ് തിരിച്ചറിയണത്. ആ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ കൂപ്പൺ വെച്ചിരിക്കുന്ന കാര്യം അതാണ്. ചില ആൾക്കാർ രോഗികളാണെങ്കിൽ പോലും കർത്താവുമായിട്ടൊരു ബന്ധം ഉണ്ടാകത്തില്ല. അവർക്ക് കാര്യം കാണണം. അങ്ങനെയുള്ളവർ പ്രാർത്ഥന കഴിഞ്ഞു വരും. അവരൊക്കെ നമ്മൾ അത്രയും കാര്യം അവരെ ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കണില്ലല്ലോ. പിന്നെ നമ്മൾക്ക് അവരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല.